ஏற்படுற ஆபத்தை நினைச்சு பார்க்கவே முடியல. அப்படி ஏதாவது நடந்தா அந்த நிமிஷமே உங்களுக்கு നിങ്ങൾ വന്ന് ചോറ് തിന്ന്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എന്റെ മോമറ്റടി അവന് കാണാണ്ട് മനസ്സിലുണ്ട് എവിടെ പോയി കിടക്കുന്നുണ്ട്. ബൈക്കൊന്നുള്ള യാത്ര നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അവൻ ഇത്ര നേരമായിട്ടും വീട്ടിൽ വരാത്തത്. ഏട്ടനല്ലെങ്കിൽ 10 മണി കഴിയാതെ വരാറില്ലല്ലോ. മതി ടി വി കണ്ടത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾക്ക് അവിടെ ടി വി കാണാണ്ട് മനുഷ്യനോട് അവൻ വന്നില്ലേ ഹരിയേട്ടാ? ആരാ? കുഞ്ഞപ്പനാണോടാ? ആ, അവതവര് വന്നില്ലെന്നേ. അവൻ ചിലപ്പോ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ആ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. വീട്ടിലൊരാടെ വേവലാതിയെ കുറിച്ചിട്ട് അവനറിയോ? എന്നാ ഞാൻ പോവാണ്. ആ എന്താ ഇത്ര നേരം വൈകിയെന്ന് ആര് ചോദിക്കാം. വൈകടി? ഇനിയിപ്പോ അവൻ വൈകിയാലും നിനക്കെന്താ? ആൺകുട്ടികളെ ചിലപ്പോൾ വൈകും. ഓ, അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടന് കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. ഇതിന്റെ ബാക്കി അവിടെ പോയടാ. അത് ആശാനത്തിരി കുടിച്ചു. അല്ല, നീ എന്ന് മുതൽ ആശാനായി? ആവുക കൊണ്ടുവന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. പിന്നെ നീ എത്ര നേരം അവിടെ പോയി കിടക്കരുതാ? മനുഷ്യൻ വിശന്നിട്ടിരിക്കരുത് ഇവിടെ അല്ലേ? അയ്യോ, ഇത് അമൃതല്ലേ, വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. അല്ലല്ലേ, വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചടി നിന്നെ ഞാൻ കൊളവമ്പനാടി ഞാൻ. മതയാന മനസ്സിലായ? തുടങ്ങി തള്ളും തളക്കലും. ആ ലവനെ, എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ, കുത്തും. എന്റെ തരിപ്പങ്ങട് മാറി. 5ാം ക്ലാസ്സുകാരിയായ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന് പുഴയിലെറിഞ്ഞ അടിച്ചോട് വീട്ടിൽ മുജീബ് 23-നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മുജീബ് എന്ന് പറയുന്നവനെ ഇവിടെ ഒന്ന് ചായ കുടിക്കാറുള്ളതാ. ആണോ? ആ, പഠിത്തം ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മോൾ അസീലാനും കൊണ്ട് ഇവിടെ നാട് വിടാനാ തോന്നണേ. ഏത് നാട്ടിൽ ചെന്നാലുണ്ടാവുക ഇതുപോലെ ചില ഞരമ്പ് രോഗികള്. അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്പി അങ്ങ് ചെത്തിക്കളയണം. അതാണ് അതിന്റെ ശരി. എനിക്ക് എന്താ വേണ്ടേ? ഒരു ചായ വേണം, ആദ്യം കഴിക്കാനും എടുക്ക്. എന്റെ വിഷ കൊടുത്തു. പിന്നെ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മോനെ എത്രയാടാ? ട്രോഫി ആയിട്ട് രാജനും മോനും വന്നെത്തിയല്ലോ. വാടാ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ട്രോഫി നോക്കട്ടെ. നീയാടാ ഈ പഞ്ചായത്തിന്റെ മുത്ത്. ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ചെക്കനെ. നീ മേടിച്ചു കളഞ്ഞോളെ തച്ചോളിയമ്പ് ഫസ്റ്റ് എടുത്തു പൊക്കണം നമ്മുടെ പയ്യനെ. ചേട്ടാ ഞാനിന്ന് ഫോൺ ചെയ്തു. കാശുണ്ടരാ? ആ, ഇതൊന്നും ഇല്ലല്ലോ ചേട്ടാ. എന്താടാ ഉള്ളത് വാങ്ങിച്ച് പോവാൻ നോക്ക്. നിനക്കിത് അകത്തിരുന്ന് കൊടുത്തോളൂ. എന്തെടുക്കണ ഇവിടെ? ഞങ്ങൾ വെറുതെ ഇരിക്കട്ടാ. വെറുതെ ഇരിക്കണ? എന്താണ് എൻ്റെ കയ്യിൽ? ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലെങ്കിൽ എന്താണ് മറച്ചു പിടിച്ചേക്കണ? ചേട്ടാ മേത്തോട്ടുള്ള കളി വേണ്ടട്ടാ. തൊട്ടാ നീ ഇവിടെ മനസ്സിലാ തൊട്ട എന്താവുന്ന് വന്ന കീറിക്കളയും പന്നി.
കേറിക്കടി. ഒന്ന് നിക്ക്. അയ്യോ എന്റെ ദൈവമേ, ഏട്ടാ ഒന്ന് നിക്കേട്ടാ. അയ്യോ ഏട്ടാ, ഏട്ടാ എങ്ങോട്ടാ പോന്നേ? ഏട്ടാ ഒന്ന് നിന്നേ. ഏട്ടാ എന്താ കാര്യം? എന്താ? വേണ്ട വേണ്ട വിട്ടോടാ. എന്താടാ അത്? എന്തരാവന്മാരെ നിന്നെ തല്ലിയേ? സ്കൂളിലെ ഒരു പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി. അത് ഞാൻ മാഷിനോട് പറഞ്ഞു. അവരെന്നെ അവന്മാരെ തിരിച്ചല്ലണ? വേണ്ടേട്ടാ വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഒരാളെങ്കിലും തിരിച്ചല്ലണം. ഏർപ്പെടു നീ. വാ കേറ്. കേറിയാ? ഇതല്ലടാ അവൻ്റെ വീട്. അതെ. അവൻ വീട്ടിലില്ലാന്ന് തോന്നണേ. നോക്കാം. ഇവനല്ലേ? വാടാ, നിക്കടാ. അടിക്കടാ, അടിക്കടാ അവനെ, അടിക്കടാ. താനേ താനേ തന്നനം തന്നാനേ, താനേ താനേ തന്നനം തന്നാനേ, താനേ താനേ തന്നനം തന്നാനേ, താനേ താനേ തന്നനം തന്നാനേ. നമ്മുടെ കൊച്ചനാ രംബു. ഞാൻ ദിനു. ക്ലാസ്സിൽ ഒന്നിറങ്ങും 5 പുള്ളിയാട്ടാ. ആള് കൊള്ളാലോ, ചെലവീനോട്ടോ. എന്താ മോനെ വലിച്ചോ? വലിക്കില്ല. എന്താ മോനെ ഇത്രയായിട്ട് സിഗരറ്റ് വലിക്കൂല? വലിക്കണ വിളിച്ച തല ഇറങ്ങോ? അങ്ങനെയൊന്നും തലയിറങ്ങില്ല. സിഗരറ്റ് അല്ലേ ഇതൊക്കെ? വേറെ സാധനമുണ്ട്, അത് ഇതിനേക്കാളും സൂപ്പറാ. അത് നിനക്ക് പിന്നെ തരാം കേട്ടോ. ഞാൻ പോണ്. ചായ എടുത്തു വെച്ചേക്കുന്നു, വന്ന് കഴിക്ക്. നീ ചായ കുടിച്ചാടാ? കുടിച്ച്. എടാ 11 മണിക്ക് അരിക്കാരും വരും. അലമാരയിൽ കാശിരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം കേട്ടോ. ശരിയമ്മ. കാർത്തു പോടി. ദേ വരുന്നു. വൈകില്ലേ? വേഗം നടക്ക്. ആൾമാരെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കും.